മാതാപിതാക്കളെ, യൗവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമേ, ഇന്നത്തെ ലോകത്തിന്റെ ആസ്വദിപ്പാൻ കഴിയുന്ന മ്യൂസിക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് വേറൊരു തലത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോൺ ഹാഗി എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ട്. ഈ സാത്താന്യ വർഷിപ്പേഴ്സിന്റെ ആരാധന, അവരുടെ രീതികളെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെച്ചുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 മ്യൂസിക്കുകൾ: ഒന്ന് ആസിഡ് റോക്ക് മ്യൂസിക്, 2 മെറ്റൽ, ഹെവി മെറ്റൽ ആൻഡ് ബ്ലാക്ക് മെറ്റൽ മ്യൂസിക്. ഈ 3 വിധമായ സംഗീതങ്ങളും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു തലത്തിലാ. എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുവാനുള്ള പ്രേരണ, ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പ് ചെയ്യുവാനുള്ള പ്രേരണ, ദൈവത്തിന് സ്തോത്രം, മോഷണം നടത്തുവാനുള്ള പ്രേരണ. ഈ സംഗീതം ഒന്ന് കേട്ടാൽ മതി, നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ആക്കപ്പെടും. സാത്താൻ ഇന്ന് പെരുകി വന്ന് ലോകത്തിൽ അവന്റെ പ്രവൃത്തി ശക്തിയോടെ ചെയ്യുക. ഈ പാട്ടുകളിലെല്ലാം നമ്മൾ അറിയാതെ ലൂസിഫറിനെ വാഴ്ത്തുന്ന ആ വാക്കുകളൊക്കെ അവിടെ അവർ ഉച്ചരിക്കുകയാ. അറിയാതെ പോലും ഇത് നമ്മുടെ തലമുറകൾ ചെയ്യരുത് എന്ന് ഞാൻ പറയുക. യൗവനക്കാരോട് പറയുന്നു, നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ, നിങ്ങളുടെ ഐപോഡുകളിൽ ഈ വിധത്തിലുള്ള പാട്ടുകളുണ്ടോ? ഒരിക്കലൊരു വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഒരു 100-200 മീറ്റർ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഇടിയുടെ ശബ്ദം കേൾക്കാം, ഭയങ്കര മുഴക്കം. ഞാൻ ആ വീട്ടിലോട്ട് അടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന മ്യൂസിക്കാ. ഒരു വലിയ ഹോം തിയേറ്റർ പിടിപ്പിച്ചിട്ട് ഈ ഇതുപോലുള്ള ഒരു മ്യൂസിക്കിന്റെ സീഡിയിട്ട് തകർക്ക് ഇടി മാത്രമേ കേൾക്കുന്നുള്ളൂ. 10 മിനിറ്റ് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവൻ തനിപ്രാന്തനായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. അവസ്ഥയിലാണ് പോക്ക്. വാത്സല്യ ദൈവമക്കളെ, വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിന്റെ വീട്ടിൽ സാത്താൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നശിപ്പിക്കുവാൻ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ നിന്റെ വീട് വിട്ടു പോകത്തില്ല. നിന്റെ അന്ത്യം പിശാചിനാലായിരിക്കും. അതുകൊണ്ട് മറക്കല്ലേ, സാത്താൻ ഇന്ന് ലോകത്തെ വഞ്ചിക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, മുഴുവൻ ലോകവും സാത്താന്റെ ദുഷ്ടന്റെ അധീനതയിൽ. അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് അവന്റെ ആഗ്രഹം എന്നറിയാമോ? ലോകം എന്നെ ആരാധിക്കണം, ദൈവത്തെ ആരാധിപ്പാൻ. വിശുദ്ധ ബൈബിൾ ലോകത്തോട് പറയുമ്പോൾ സാത്താൻ ലോകത്തോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം. അതാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഈ അടുത്ത കാലത്ത് ലോകത്തിൽ നടന്ന പല സംഭവങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, മഹാന്മാർ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എണ്ണം വർദ്ധിക്കുകയാ. സാധാരണക്കാരല്ല പ്രിയരെ, കോടീശ്വരന്മാർ, വലിയ വലിയ ധനവാന്മാർ, ധനികന്മാർ, ദൈവത്തിന് സ്തോത്ര, സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ ആരുമറിയാതെ രഹസ്യമായി ഇങ്ങനെയുള്ള ആരാധനകൾക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോയി സംബന്ധിക്കുന്നതായി രഹസ്യമായ വാർത്തകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഡോക്ടർ മിഖായേൽ യൂസഫ് എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യനൊരു പുസ്തകം എഴുതി. ദൈവത്തിന് സ്തോത്രം, നോ ദ റിയൽ എനിമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം നാം വായിച്ചു നോക്കിയാൽ അദ്ദേഹം അതിൽ പറയുന്ന അനേക സംഭവങ്ങൾ, ഞാനത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു. എത്ര ഭീകരമായ സംഭവം. ഒരിക്കൽ ഒരു മനുഷ്യൻ, ജോൺ വോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അമേരിക്ക ഡെട്രോയിറ്റിൽ നിന്ന് ബോൺസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തന്റെ അടുത്ത സീറ്റിൽ നിന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. അടുത്തിരിക്കുന്ന വിശ്വാസിയാണല്ലോ. പ്രാർത്ഥന കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അദ്ദേഹം പറഞ്ഞല്ല, ഞാനൊരു സാത്താന്യനാണ്. ഇദ്ദേഹം ഭയപ്പെട്ടുപോയി. എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറഞ്ഞു, ലൂസിഫറിനോട് പ്രാർത്ഥിക്കുക. എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? UK ഒരു മിഷണറി ആത്മീക പ്രവർത്തനങ്ങൾ നടത്തുവാൻ വരുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിക്കുവാൻ ഞാൻ 3 ദിവസമായി ഉപവാസം എടുക്കുകയാണ്. എന്നെ അതിന് നിയോഗിച്ചയച്ചിരിക്കുകയാണ്. ആ ഭക്തനായ മനുഷ്യൻ ഭയപ്പെട്ടുപോയി. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നമ്മൾ ജീവിക്കുന്ന സമൂഹം സീക്രട്ട് സൊസൈറ്റികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. രഹസ്യ സമൂഹങ്ങളാൽ എന്ന് പറഞ്ഞാൽ സാത്താനാൽ പിടിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. ഇനി നമ്മുടെ വിശ്വാസി സഹോദരനുടെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഈ അടുത്ത സമയത്ത് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി തന്റെ ഭാര്യ സഹോദരി നല്ല ബ്രെഡെല്ലാം എടുത്ത് നല്ല ദൈവത്തിന് സ്തോത്ര സാൻഡ്വിച്ച് പോലെ ആക്കി പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു. ഒരു 7:30 സമയത്ത് അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഈ പാക്കറ്റ് അഴിച്ച് കഴിക്കുവാൻ തുടങ്ങുമ്പോൾ തന്റെ അടുക്കൽ ഒരു സഹോദരൻ ഇരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പീസ് കഴിക്കുന്നു? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഉപവാസം, ഫാസ്റ്റിംഗ്. എന്തിനാണ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയുക, ഞാനൊരു സ്റ്റേറ്റ് വർഷിപ്പറാണ്, 3 ദിവസമായി ഞാൻ ഉപവാസത്തിലാണ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവർ, ദൈവവചനത്തെ വിളിച്ചു പറയുന്നവർ, യേശുവിന്റെ മാർഗത്തെ ഉയർത്തി പറയുന്നവർ, അവരുടെ പ്രവർത്തികൾ അവതാളത്തിലാകണം. അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുക. നിങ്ങൾ പാർക്കുന്ന സമൂഹം ഏതെന്നറിയുമോ? യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ സാത്താൻ മുഴു ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ശത്രു മുഴു ശക്തിയോടുകൂടെ പോരാടും, തന്ത്രത്തോടുകൂടെ പോരാടുകയാണ്. മാത്രമല്ല, ഇവർ എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഇവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. സാറിന്റെ ഈ ഭാഗത്തേക്ക് നാം വരുമ്പോൾ സൈറ്റനിക് വർഷിപ്പേഴ്സ് ഇറക്കി മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന ചില പ്രൊഡക്റ്റുകളെയാണ് നമുക്ക്
നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ടീഷർട്ടുകളുടെ പടം കൊടുത്തിരിക്കുകയാണ്, തലകീഴായ കൂശും അതിൽ ചില എഴുത്തുകളും എല്ലാം വിശദമാക്കി പറയുവാൻ ഇപ്പോൾ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ അവിടെ വർക്കേഴ്സ് ഡൈനിങ് ഹാളിൽ വിളമ്പുവാൻ നിൽക്കുന്ന ഒരു യൗവനക്കാരൻ ഒരു ടീഷർട്ടിട്ടുകൊണ്ട് വിളമ്പുകയാണ്. ഞാൻ നോക്കിയിരുന്നപ്പോൾ അവന്റെ ടീഷർട്ടിന്റെ പുറയിൽ ഒരു റൗണ്ട് സ്റ്റാറിന്റെ പടം, അതിനകത്ത് ഒരു തലയോട്ടിയുടെ പടം. ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു, വിശ്വാസഭവനത്തിനകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, സഹോദര മോനെ, നീ ഇട്ടിരിക്കുന്ന ടീഷർട്ട് എവിടുന്ന? അവൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചതാ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവൻ പറഞ്ഞു, ഒരു പ്രത്യേകതയുമില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അവൻ പറയുന്നു, 2-3 മാസമായി ജോലിയിൽ എനിക്ക് സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, കാരണം പറഞ്ഞു തരാ. വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി അവന്റെ ടീഷർട്ട് ഞാൻ ഊരിയിട്ട് അതിന്റെ പിൻഭാഗം അവനെ കാണിച്ചപ്പോൾ സ്റ്റേറ്റ് വർഷിപ്പേഴ്സിന്റെ ലേബൽ അവന്റെ പുറത്ത് കാണുകയാ. അവൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, നീ ഇത് അറിഞ്ഞുകൊണ്ടാണോ? അല്ലച്ചാ, ഞാൻ അറിഞ്ഞില്ല. അവൻ കരഞ്ഞു. ആ ടീഷർട്ട് വലിച്ചേറി അവൻ തീർത്തിച്ചു കളഞ്ഞു. അവന്റെ ജോലിയിൽ അവൻ സ്ഥിരപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സകല സാധനങ്ങളും ശോധന ചെയ്തിട്ട് വാങ്ങണം. ഈ അടുത്ത സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ പേനായിരിക്കുന്നു. ഞാൻ ആ പേന വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ റീഫില്ലർ ഇങ്ങനെ ജെല്ല് കൊണ്ട് നിറച്ചതാ. ഇങ്ങനെ തിരിച്ചാൽ അതിനകത്ത് ജെല്ലൊഴുകിപ്പോ. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു സാറ്റാന്റെ രൂപവും 666 എന്ന് പറഞ്ഞൊരു എഴുത്തും അതിനകത്ത് കിടന്നോടും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തപ്പെട്ടിരിക്കുന്നു. എത്ര ഭീകരമായ അവസ്ഥകളാ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സാത്താൻ നമ്മെ വഞ്ചിക്കരുതേ എന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. അന്ത്യകാലത്തിന്റെ അവസാന നിമിഷത്തിൽ നാം വന്ന് നിൽക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ വിശ്വാസം നടത്തുന്ന ഒരു ഫുട്വെയറിലുണ്ടായ സംഭവം പറയട്ടെ. ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവമാണ്. ഒരു സ്നേഹിതൻ തന്റെ കടയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി ചെന്നപ്പോൾ ചെരുപ്പൂരി നോക്കുമ്പോൾ ഇതുപോലെ തലകീഴായ ഒരു കുരിശിന്റെ പടം ചെരുപ്പിന്റെ അടിയിൽ കാണുന്നു. അവനെന്തോ സംശയം തോന്നി. ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സെയ്റ്റനിക് വർഷിപ്പേഴ്സിന്റെ പ്രോഡക്റ്റാ. ഇവൻ ഇതുമായിട്ട് ഓടി നമ്മുടെ വിശ്വാസിയുടെ കടയിൽ വന്നു. കടയിൽ ചെന്നപ്പോൾ കടയിലെ റാക്കിൽ ഒരു 10-20 ജോഡി ചെരുപ്പ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അവനും ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങിയതല്ല. പിറ്റേ ദിവസം കമ്പനിക്കാരെ വിളിച്ചത് തിരിച്ചു കയറ്റി വിട്ടു. അറിയാതെ എന്താ സംഭവം എന്നറിയാമോ? യേശുവിന്റെ ക്രൂശിനെ നടന്നു പോകുന്നവരെല്ലാം ചവിട്ടിക്കൊണ്ടുപോകും. എങ്ങനെ യേശുവിന്റെ മാർഗത്തെ അവഹേളിക്കാമോ അതിനുള്ള മാർഗങ്ങൾ അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശത്രു വല്ലാതെ പോരാടുകയാ. ഇത് അന്ത്യനിമിഷത്തിലാണ് നിൽക്കുന്നതെന്ന് നാം അറിഞ്ഞുകൊള്ളേണം. ദൈവത്തിന് സ്തോത്രം. സൈറ്റാനിക് വർഷിപ്പേഴ്സിന്റെ ജീവിതത്തെ നോക്കിയാൽ ഈ ഭാഗത്ത് ചാർട്ടിന്റെ ഈ ഭാഗത്ത് ഒരു കൈയുടെ സിമ്പൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ സിമ്പൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ പ്രൈസ്തലോട് പറയുന്നത് പോലെ അവർ തമ്മിൽ കാണുമ്പോൾ കാണിക്കുന്ന സിമ്പലാണിത്. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാവോ? ഐ ലവ് സൈറ്റൻ, ഞാൻ പിശാചേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മുടെ പല ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള സിമ്പൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈയുയർത്തി പ്രസംഗിച്ചപ്പോൾ അറിയാതെ കൈ ഇങ്ങനെ മടങ്ങിയിരുന്നു പോലും. ഒരു സഹോദരനെ കണ്ടിട്ട് അന്ന് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്നോടൊന്ന് പറഞ്ഞ കൈയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ട്. ഞാൻ എന്താണ് അദ്ദേഹം എനിക്ക് ഈ സംഭവം പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അറിയാതെ പോലും നമുക്ക് അങ്ങനെ വയ്ക്കുവാൻ ഇടവരരുത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വിശ്വാസി സഹോദരൻ ഫോട്ടോഗ്രാഫറാ. അവൻ വിവാഹ വീട്ടിൽ ഫോട്ടോ എടുക്കുവാൻ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുകയാണ്, ചിരിക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചപ്പോ യൗവനക്കാർ പറയും, ഇപ്പോഴത്തെ സ്റ്റൈലിതല്ല, സാത്താൻ മനുഷ്യരുടെ ഇടയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അന്ത്യനാഴികയാകുന്നു കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. നിങ്ങൾ ഓർത്തുകൊള്ളണം. മാത്രമല്ല വീണ്ടും നാം നോക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ ചാർട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നാൽ ഒരു പ്രത്യേക സിംബൽ നിങ്ങൾക്ക് കാണാം. ഒരു വേൾഡ് ബ്രാൻഡിന്റെ എംബ്ലമാണ് ഈ കാണുന്നത്. മോൺസ്റ്റർ എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ പുറത്തിറക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എംബ്ലമാണ് ഈ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എബ്രായ ഭാഷയിലെ 6 എന്നുള്ളതിന്റെ സിംബലാണിത്. ഇവിടെ കാണുന്ന 3 വരകൾ 666 എന്നുള്ള രേഖ അവരവരുടെ പ്രൊഡക്റ്റുകളിൽ തിരിച്ചറിയാതെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചു കഴിയുകയാണ്. നമ്മുടെ സമീപത്ത് നമ്മുടെ ചുറ്റുപാടുകൾ വന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ തിരുവല്ലയിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് പന്തൽ കൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ഒരു അമ്മയുടെ തോളിലിരുന്ന് ആ അമ്മയുടെ മുടി വലിച്ചു പറിക്കുന്നു, അമ്മയെ അടിക്കുന്നു, വായെടുത്തെറിയുന്നു. ഞാൻ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ആ കുഞ്ഞ്. ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് എന്റെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ആ കുട്ടിയുടെ പുറത്തൊരു കൊച്ചു ബാഗ് തൂക്കിക്കിടക്കുന്നു. ഞാൻ വേഗം അടുത്തേക്ക് എഴുന്നു. നോക്കിയപ്പോൾ അതിൽ ഈ എംബ്ലവും മോൺസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓടി അവരുടെ അടുക്കൽ ചെന്ന പിതാവിനെയും മാതാവിനെയും വിളിച്ച് മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങളുടെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ ഞാൻ അറിഞ്ഞുകൂടാ
വലിയ കരച്ചില, രാത്രിയും പകലും. ഞാൻ വിളിച്ചു മാറ്റി നിർത്തി യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ചുട്ടുകളയാൻ പറഞ്ഞു. അവർ വീട്ടിൽ ചെന്ന് അതുപോലെ ചെയ്തു. പ്രാർത്ഥനയോടെ ചുട്ടുകളഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം മുഴുവൻ ആ കുഞ്ഞിന് കരച്ചിലില്ല. എന്തേ കാരണം? ഇവർ ഇറക്കുന്ന പ്രൊഡക്റ്റുകളിൽ മുഴുവൻ സാത്താന്യ സ്പിരിറ്റ് അവർ ആലേഖനം ചെയ്താണ് അയച്ചുകൊണ്ട് വിടുന്നത്. ഇതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? വല്ലാത്ത പരിതാപകരമായ അവസ്ഥ. സാത്താൻ മനുഷ്യനെ മൊത്തത്തിൽ കെട്ടിപ്പൂട്ടിയിടുകയാ. അന്തിമകാലമെന്നറിഞ്ഞ് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് വേണം നാം യാത്ര ചെയ്തു പോകുക. എവിടേക്കെന്നറിയാതെ ലോകം ചീറിപ്പായുകയാ. എവിടെ ചെന്ന് വീഴുമെന്ന് ആർക്കും അറിയുന്നില്ല. അന്ത്യകാലത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്നെ കേൾക്കും ദൈവമക്കളെ, ശോധന ചെയ്തുകൊള്ളണം. കടയിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിയാൽ നോക്കി വാങ്ങിച്ചുകൊള്ളണം. ഇന്ന് ബനിയനുകളിൽ, പേനാകളിൽ, ടീഷർട്ടുകളിൽ, മുണ്ടുകളിൽ, പാന്റുകളിൽ, അതുപോലെയുള്ള സ്കൂൾ ബാഗ്, അതിന്റെ ബോട്ടില്, ഇതിലെല്ലാം പതിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മറ്റൊരു കാര്യം, പാവകൾ, തോള്. ഇന്ന് കുട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ളതാ. ഇന്ന് പല പാവകളിലും, പല പാവയുടെ രൂപങ്ങളിലും ഇതുപോലെയുള്ള രൂപങ്ങൾ അവർ ആലേഖനം ചെയ്യുന്നു. ഇതിനാൽ സംഭവിക്കുന്നത് ആ സ്പിരിറ്റ് അവരിലേക്ക് കടന്നു വരികയാണ്. സാത്താന്യ ശക്തി പെരുകയാണ്. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും, യേശുവിന്റെ നാമ പാതാള ഗോപുരങ്ങളെ ജയിച്ചതാ. സാത്താന്റെ ശക്തി നമ്മെ ജയിക്കുക. കരങ്ങൾ ഉയർത്തി പിടിക്കാത്ത ഒരു മിനിറ്റ് സമയം നാം സ്തോത്രം ചെയ്യാൻ പോകുക. സ്തോത്രത്തിന്റെ ശക്തിയിൽ എരിഹോ വീഴണം. ഇന്ന് രാത്രി സ്തോത്രത്തിന്റെ ശബ്ദം ഉയരുമ്പോ ഇവിടെ ഒരു ദൈവശക്തി ഉണ്ടാകണം. കഴിഞ്ഞ രാത്രി ദൈവാത്മാവിന്റെ ഒരു കാര്യം ഓർപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതോട് വ്യക്തമായി പറയുന്നത്. കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മന്ത്രവാദവും ആഭിചാരവും ഈ ദേശത്തിന്മേൽ ക്രിയ ചെയ്യുന്ന ചില മന്ത്രവാദത്തിന്റെ ശക്തികൾ ഉണ്ട് എന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വാസമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ മന്ത്രവാദത്തിന്റെ ശക്തി തകർന്നു വീഴും. ഈ ശബ്ദം ചെല്ലുന്നിടത്ത് മന്ത്രവാദത്താൽ കഴിയുന്ന ബലഹീനപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന യേശു ഇറങ്ങി വരണം. ഒരാൾ പോലും ഇപ്പോൾ വെറുതെ ഇരിക്കരുത്. കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇതുവരെയുള്ള സഹകരണത്തിന് നന്ദി. ആത്മീയ സന്ദേശങ്ങൾ, ക്രിസ്തീയ ഗാനങ്ങൾ, ദൈവവചനങ്ങൾ, പ്രത്യാശ നിർഭരമായ സാക്ഷ്യങ്ങൾ, പ്രസംഗങ്ങൾ ഇവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ പേജ് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ വെബ് അഡ്രസ് www.pyfcindia.jimdo.com. ദൈവരാജ്യത്തിനായി നമുക്ക് കണ്ണുചേരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.